രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ഇല്ല എന്ന് ഇപ്പോൾ കോടതി വിധി ഉണ്ടായി. അദ്ദേഹത്തിന് ഹൈക്കോടതി പോകാം. ഇപ്പോൾ കീഴ്ക്കോടതിയാണല്ലോ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. പണമുള്ളവനും സ്വാധീനമുള്ളവനും അതുപോലെ തന്നെ ശക്തിയുള്ളവരൊക്കെ നിയമത്തിൻ്റെ നൂലാമാലകളിൽ നിന്നും നിയമക്കുരുക്കുകളിൽ നിന്നൊക്കെ ഊരിപ്പോരും. കുറച്ച് വൈകിയാലും ഊരിപ്പോരും. പക്ഷെ തെറ്റ് ചെയ്യുന്നവർ ഒന്നാലോചിക്കുക. എത്ര പണമുണ്ടെങ്കിലും, എത്ര സ്വാധീനമുണ്ടെങ്കിലും, എത്ര ആൾബലമുണ്ടെങ്കിലും പ്രകൃതിക്കൊരു കണക്കെടുപ്പുണ്ട്. പ്രകൃതിയുടെ കണക്കെടുപ്പിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. നമ്മൾ ഈ ഗ്ലിറ്ററിൽ പളപളപ്പിൽ നിൽക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവാം. പെൺകുട്ടികളാണെങ്കിൽ തന്നെ പളപളപ്പിൽ കുടുങ്ങിയാണ് പോകുന്നത്. അവർ ഓണസ്റ്റ് ആണെന്നോ, അവർ സിൻസിയറാണോ, അവർ ഇൻറ്റഗ്രിറ്റി ആണോ ഉള്ളവരാണോ എന്ന് പോലും ചിന്തിക്കാതെയാണ് ഇത്തരം പുരുഷന്മാരുടെ വിക്റ്റിമായി മാറുന്നത്, അവരുടെ മുന്നിൽ ചെന്നുപെടുന്നത്. ആ പളപളപ്പിൽ ചെന്ന് വീഴുന്നു. അവരെ സ്വാധീനം കൊണ്ടും അവരെ പണം കൊണ്ടും അവരെ സമ്പത്ത് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാമെന്നുള്ള വ്യാമോഹം കൊണ്ടുമാണ്. വിഡ്ഢിത്തമാണത്. വല്ലവരുടെ സ്വാധീനം കൊണ്ടും വല്ലവരുടെ പവർ കൊണ്ടും അധികാരം കൊണ്ടും വല്ലവരുടെ ആൾബലം കൊണ്ടും വല്ലവരുടെ സമ്പത്ത് കൊണ്ടൊന്നും നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അവരൊന്നും അത്ര മനസ്സുള്ള ആൾക്കാരെ നമുക്കൊന്നും ചെയ്തു തരില്ല. അവർക്ക് അതിനുള്ള അങ്ങനെയല്ല അവരുടെ മൈൻഡ് സെറ്റ്. കാരണം അവർ ഏത് വിധേനയും കാശുണ്ടാക്കണം, ഏത് വിധേനയും അധികാരത്തിൽ തുടരണം, ഏത് വിധേനയും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അവർക്കൊന്നും തന്നെ എൻ്റെ സമയം എന്തിനും ലാഭേച്ഛ കൂടാതെ ഒരു കാര്യം ചെയ്യാത്തവരാണ്. അവർക്ക് അപ്പോൾ എന്ത് തനിക്ക് ലഭിക്കുമെന്ന് ഉദ്ദേശിച്ച് നടക്കുന്നവരുടെ അടുത്ത് നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കും നമ്മുടെ പ്രതിഭയും അല്ലെങ്കിൽ നമ്മുടെ അർപ്പണബോധവും നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ കൂടി കൊണ്ടും വേണം ഒരു സംഗതി നേടിയെടുക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ പതനം അഗാധഗർത്തത്തിലേക്കായിരിക്കും. അത് പെൺകുട്ടികളും സ്ത്രീകളും മനസ്സിലാക്കണം. ഇവരൊന്നും നമ്മെ നന്നാക്കാൻ നടക്കുന്നവരല്ല. ഇവരൊക്കെ വിവാഹം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവരെ ഗ്ലിറ്റർ കണ്ടങ്ങോട്ട് ഓടിച്ചെന്നിട്ട് പോയിട്ടൊന്നൊരു കാര്യമില്ല. ഇതൊക്കെ നമുക്കും കൂടി ഒരു പൊളിറ്റിക്കൽ സീറ്റ്, അത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അവർക്ക് എന്നുള്ളത് പോലെ നമുക്കും അവകാശമുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ പെൺകുട്ടികൾ എഡ്യൂക്കേറ്റഡ് ഇൻ ദ സെൻസ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവയർനെസ് ഉണ്ടായിരിക്കണം. നല്ല നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും ഭരണഘടന നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായ അവബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മളത് നേടിയെടുക്കണമെങ്കിൽ ഈ പുരുഷന്മാരുടെ പിന്നാലെ നടന്നിട്ടായിരിക്കരുത്. നമ്മുടെ സാന്നിധ്യം നമ്മൾ അറിയിച്ചുകൊണ്ടായിരിക്കണം. അതിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് നമ്മൾ പൊരുതി തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊരു ആണധികാര സമൂഹമാണ്. എളുപ്പമല്ല. മറ്റ് രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ എന്ന് പറയുന്നത് എളുപ്പമല്ല, നേടിയെടുക്കലും എളുപ്പമല്ല. മറ്റ് വികസിത രാഷ്ട്രങ്ങളിലൊക്കെ ജനാധിപത്യം സമൂഹമായിട്ടുള്ള മറ്റ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ കാലം ചെല്ലും തോറും അത് കൂടുതൽ ജനാധിപത്യപരമാവുകയാണ്. അവിടുത്തെ നിയമങ്ങളൊക്കെ കൂടുതൽ റിജിഡായിരിക്കുകയാണ്. ഇപ്പം അമേരിക്കയിലൊക്കെ എക്സിക്യൂട്ടീവ് എത്ര കണ്ട് തലകുത്തി മറിഞ്ഞാലും അവരുടെ ജുഡീഷ്യറി വളരെ വിജിലൻ്റാണ്, വളരെ ഇഫക്റ്റീവാണ്, വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ജുഡീഷ്യറിയാണ്. ഇമ്പാർഷ്യൽ ജുഡീഷ്യറി തന്നെയാണ് അവർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പൗരൻ്റെ അന്തസ്സുണ്ട്. അന്തസ്സായി പൗരന് ജീവിക്കാം. ഓരോ പൗരനും അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. ഇവിടെ അങ്ങനെയല്ല. രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രം, നേതാക്കന്മാർക്ക് മാത്രം, അവരുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം
ആണ് അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കുന്നത്. അത് ഡോർമെൻ്റ് ആണ് ഇപ്പോഴും നമ്മുടെ ഈ പൗരസമൂഹം വളരെ ഡോർമെൻ്റ് ആയതുകൊണ്ടാണ്. പക്ഷെ അത് ഇന്ന് ഇപ്പം എല്ലാവർക്കും തന്നെ ഏറെക്കുറെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെയധികം സജീവമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ അത് ജനങ്ങളെല്ലാം തന്നെ കുറേ വളരെ അവെയറാണ് എന്താണ് നടക്കുന്നതെന്നും അതിനെങ്ങനെ പ്രതികരിക്കാം എന്നുള്ളതൊക്കെ. അത് കുറച്ചുകൂടി ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇവിടെ നിയമം വഴി സ്ത്രീകൾക്ക് പ്രാതിനിധ്യം, ജനാധിപത്യ പ്രക്രിയയിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ കൂടി ഈ രാഷ്ട്രീയ കക്ഷികളെ എല്ലാം തന്നെ ചിന്താശേഷിയുള്ള, ബുദ്ധിയുള്ള, പ്രതിഭയുള്ള സ്ത്രീകളെയൊന്നും ഒരു രാഷ്ട്രീയ കക്ഷികളും ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അവർക്ക് വലിയ തലവേദനയാവും. ഇനി അഥവാ ഇവരുടെയൊക്കെ ഈ വലിയ വലിയ പദവിയിലിരിക്കുന്ന സ്ത്രീകൾ സാമാന്യവൽക്കരിച്ച് പറയുകയാണ്, എല്ലാവരും അങ്ങനെയല്ല. ഒരു എവിടെ ഒരു വനിതാ റിസർവേഷൻ വന്നു വെച്ച് അടുക്കളയിൽ നിന്ന് ഒരു പെണ്ണിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരും, കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ നിർത്തും. എന്നാൽ പോലും നല്ല ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ അടുപ്പിക്കില്ല. കാരണം ഭരണം കൊണ്ടുനടക്കണ്ടേ, അവനവൻ്റെ കീശ വീർപ്പിക്കണ്ടേ. പിന്നെ ബുദ്ധിയുള്ളവരാണെങ്കിൽ അതൊന്നും നടക്കില്ലല്ലോ, ധാർമ്മികത ഉണ്ടാവുമല്ലോ, ചോദ്യം ചെയ്യുമല്ലോ. അപ്പോൾ എവിടെന്നെങ്കിലും അടുക്കളയിൽ നിന്ന് ഒരെണ്ണത്തിനെ പിടിച്ച് വലിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് അതിനെ വലിയ ചെയർപേഴ്സണോ ഒക്കെ ആക്കി മാറ്റും. അത് കഴിഞ്ഞൊരു 5-10 കൊല്ലം കഴിയുമ്പോഴേക്കും ഒരു MLA MP ഒന്നും അല്ല ആവണത്, ആ രാഷ്ട്രീയ കക്ഷിയുടെ ഏറ്റവും തലപ്പത്തുള്ള നേതാവാക്കി ഈ സ്ത്രീകളെ അവരോധിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? തികച്ചും ആണധികാരം ഒരു സമൂഹമാണ് നമ്മുടെ എന്നുള്ളതാണ്. ആണിനെ പ്ലീസ് ചെയ്ത് നോക്കുന്നവർക്ക് പദവിയുള്ളൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുക. അല്ലാത്തവരൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ കലഞ്ഞിരിഞ്ഞ് നടക്കുന്നത് കാണാം. അവരെ വിമത എന്ന് ചാപ്പ കുത്തണ കാണാം. അവരെ വേറെ ഏതെങ്കിലും നമ്മുടെ അമ്രവാലികയെ നഗരവധുവായി പ്രഖ്യാപിച്ച പോലെ കഴിവുള്ളവരെയും ഒക്കെ നഗരവധുവായി പ്രഖ്യാപിക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു സമ്പ്രദായം നന്നല്ല. പിന്നെ ധാർമ്മികതയില്ലായ്മയാണ്. ട്രാപ്പിൽ ചെന്ന് പെടുന്നതിൻ്റെയൊക്കെ മുഖ്യ കാരണം ധാർമ്മികതയില്ലായ്മയാണ്. സ്വന്തം വീട്ടിൽ നല്ല സ്നേഹവും സമാധാനവും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഗ്ലിറ്റർ ഉണ്ടാവില്ല, പളപളപ്പിലാവില്ല ഭർത്താവ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിട്ട് എറിഞ്ഞിട്ട് ആ ഗ്ലിറ്ററിൻ്റെ പിന്നാലെ പോയി ചതിക്കുഴിയിൽ പെടുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അവനവൻ്റെ കഴിവ് കൊണ്ടും അവനവൻ്റെ പ്രതിഭ കൊണ്ടും അവനവൻ്റെ വായന കൊണ്ടും ആർജവം കൊണ്ടും ഒക്കെയാണ് നമ്മൾ പദവികൾ നേടിയെടുക്കേണ്ടത്. ഇത് ഭരണഘടനയിൽ നമുക്കും കൂടി ഉള്ളതാണ്. ഈ ആണധികാരത്തെ ഉടയ്ക്കാനായിട്ട് ഇപ്പോൾ ഇത് ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു കക്ഷിയെ പിന്നാലെ പോകുന്നത്, നമുക്കറിയില്ല. പക്ഷേ ടാർഗറ്റ് അതിൻ്റെ ഒരു അതർ സൈഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇനി ഒന്ന് ഭയക്കും. ഈ സ്ത്രീകളോടുള്ള ഒരു വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് പെരുമാറുമ്പോൾ, അവരെ ചൂഷണം ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് ആലോചിക്കും. അത് ആലോചിക്കേണ്ട ഈ നിയമം റിജിഡാകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ജനാധിപത്യം പുലരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് പുലരണമല്ലോ, ജനാധിപത്യം പുലരുക തന്നെ വേണം. കാരണം ഞാനൊക്കെ എത്ര നിരാസങ്ങളെ എൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ, നീതി നിഷേധങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും റൈറ്റ്സിനെയും ഡ്യൂട്ടീസിനെ കുറിച്ച് ഇത്രയും ബോധവതിയായ ഒരു സ്ത്രീ ആയിട്ട് പോലും എനിക്ക് നിരാസങ്ങളും നിഷേധങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ പുരുഷന് കുറച്ച് കാശുണ്ട് എന്നുള്ളൊരു പുരുഷനെ പ്ലീസ് ചെയ്യാൻ തയ്യാറാവാത്തത് കൊണ്ട് നമുക്ക് അർഹമായതെല്ലാം തന്നെ ജീവിതത്തിൽ നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, സമൂഹം പോണ പോലെ സമൂഹത്തിൽ ചില അലിഖിത നിയമങ്ങളുണ്ട്. ആ അലിഖിത നിയമങ്ങൾ എല്ലാവരും അങ്ങോട്ട് പിന്തുടരും. അതാണ് ശരി, നാട്ടു നടപ്പ് എന്നുള്ള രീതിയിൽ. എന്നാൽ ഭരണഘടനയെ ആരും തന്നെ മാനിക്കുന്നുമില്ല. ഭരണഘടനയെ അട്ടത്ത് കൊണ്ട് വെച്ചിട്ട് സമൂഹത്തിലെ അലിഖിത നിയമങ്ങളുടെ പിന്നാലെ പോവുകയാണ് ഇപ്പം എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതും ശരിയല്ല. ജുഡീഷ്യറി ഇമ്പാർഷ്യൽ ആവാത്തോടത്തോളം, ജുഡീഷ്യറി സ്ട്രോങ് അല്ലാത്തോടത്തോളം കാലം ഈ അലിഖിത നിയമങ്ങൾ നമ്മെ ഭരിക്കും.
ഈ ഭരണഘടന അട്ടത്ത് തന്നെയാവും ചെയ്യും. രാഹുൽ മാങ്കുട്ടത്തിന് ജാമ്യം നിഷേധിച്ചു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നുമില്ല. ഇനിയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഭാഗത്താണോ തെറ്റ് അതോ അത് കെട്ടിച്ചമച്ചതാണോ എന്നുള്ളത് എനിക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരാളെ അത് അവന് വേണമെന്നൊന്നും പറയാനായിട്ട് ഞാൻ ആ പാപം ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ നിയമങ്ങൾ കൂടുതൽ സ്ട്രോങ് ആകേണ്ടതുണ്ട്. പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ പളപളപ്പിൻ്റെയും ഗ്ലിറ്ററിൻ്റെയും പിന്നാലെ പോകാതിരിക്കുക. അതിൻ്റെ പിന്നാലെ പോയി ചതിക്കുഴിയിൽ പെടാതിരിക്കുക. സ്വന്തം മെറിറ്റ്, സ്വന്തം വേർത്, സ്വന്തം എക്സലൻസ് പ്രൂവ് ചെയ്ത് നമുക്ക് വേണ്ടത് നേടിയെടുക്കുക.